കർത്താവിൽ ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനങ്ങളെ വീണ്ടും പ്രകാശിപ്പിക്കുന്നു. ഉപദേശ സംബന്ധമായി പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവായ ദൈവം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു അതിപ്രധാനമായിരിക്കുന്ന ഉപദേശ സത്യമാണ് ഇന്ന് ചുരുങ്ങിയ വാക്കുകൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന സ്നാനം ജലസ്നാനമാണോ ആത്മസ്നാനം ആണോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയമായിട്ട് ഇരിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസികൾക്ക് എല്ലാവർക്കും ഒരുപോലെ നൽകപ്പെടുന്നതായി, അല്ലാതെ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു സ്നാനമേ ഉള്ളൂ. അത് ജലസ്നാനമല്ല, അത് ആത്മസ്നാനമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, യഹൂദന്മാരോ യവനന്മാരോ ദാസരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരം ആകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ഇവിടെ പറയപ്പെടുന്നത് ഏകാത്മസ്നാനം, ഏകാത്മ പാനം. എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിന്റെ 4-ാം അധ്യായത്തിൽ പറയുമ്പോൾ അവിടെ പറയുന്ന ക്രിസ്തീയ ഐക്യത എന്നുള്ള വിഷയം അദ്ദേഹം പറഞ്ഞു വരികയാണ്. അവിടെ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിപ്പീൻ എന്ന് പറഞ്ഞിട്ട്, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ച പോലെ ശരീരം ഒന്ന്, അത് യൂണിവേഴ്സൽ ചർച്ചിനെ കുറിച്ചാണ് പറഞ്ഞത്. ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. കർത്താവ് ഒരുവൻ, അത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. വിശ്വാസം ഒന്ന് എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസികൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഉപദേശ സത്യങ്ങളെ സംബന്ധിച്ചാണ്. സ്നാനം ഒന്ന്, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന് എന്ന് പറയുന്നത് ആത്മസ്നാനത്തെ കുറിച്ചാണ്. എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അവിടെ ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് 7 കാര്യങ്ങൾ അപ്പോസ്തലൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതില് പറയപ്പെടുന്ന ഒന്നാണ് സ്നാനം ഒന്ന് എന്ന് പറയുന്നത്. ഇന്ന് ക്രൈസ്തവ ലോകത്ത് സ്നാനം ഒന്ന് എന്ന് പറയുന്നത് ജലസ്നാനത്തെ കുറിച്ചേ അല്ല, അത് ആത്മസ്നാനത്തെ കുറിച്ചാണ്. രക്ഷിക്കപ്പെടുന്ന എല്ലാ വിശ്വാസികളെയും, അതായത് പാപികളെയും, ഏതൊരു പാപി കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു, അപ്പോൾ ഇത് ചെയ്യുന്നു, കർത്താവായ യേശു ക്രിസ്തു അവനെ പരിശുദ്ധാത്മാവിൽ നിബഞ്ജനപ്പെടുത്തി തന്റെ ശരീരമായ സഭയോട് ചേർക്കുന്നു. അവിടെയാണ് ശരീരം ഒന്ന് എന്ന് പറയുന്നത്. അവിടെ പറയപ്പെടുന്ന യൂണിവേഴ്സൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാർവത്രികമായ ശരീരം, അതായത് സാർവത്രിക സഭയെ കുറിച്ചാണ്. The very moment a sinner believes in Christ, the risen Lord Jesus Christ baptizes him in the Holy Spirit of God and adds him to the mystic body of Jesus. കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന അതേ നിമിഷത്തിൽ തന്നെ ഈ വിശ്വസിക്കുന്നയാളിനെ കർത്താവായ യേശു, പുനരുദ്ധാനം ചെയ്ത യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ നിബഞ്ജനപ്പെടുത്തി തന്റെ ശരീരമായ സഭയോട് ചേർക്കുന്നു. അങ്ങനെ രക്ഷിക്കപ്പെടുന്ന വ്യക്തി is identified himself to the death, burial and the resurrection of Jesus Christ in the baptism of the Holy Spirit. പരിശുദ്ധാത്മ സ്നാനത്തിലാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം, അടക്കം, പുനരുദ്ധാനം, ഈ 3 യാഥാർത്ഥ്യങ്ങളോട് ഒരു വിശ്വാസി തന്നെ താൻ ഏകീഭവിക്കപ്പെടുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. വളരെ ചെറിയ വീഡിയോ ആയിരിക്കും ഈ വീഡിയോ, ഉപദേശസത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഇവിടെ വായിക്കുന്നു, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. പിന്നെ ക്രിസ്തു പിതാവിന്റെ മഹിമയിൽ ജീവിച്ചിരുന്ന എഴുതേറ്റ പോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. നാം അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചു എങ്കിൽ അവന്റെ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. അപ്പൊ ഇവിടെ പറയുന്ന ഈ വാക്യങ്ങൾ ജലസ്നാനത്തെക്കുറിച്ചാണെന്ന് ചിന്തിച്ചുകൊണ്ട്
ക്രൈസ്തവ ലോകത്തെ വിശേഷാൽ വേർപെട്ട സഭാവിഭാഗങ്ങളിൽപ്പെട്ട പെന്തക്കോസ്റ്റൽ ബാപ്റ്റിസ്റ്റ് ബ്രദറൻ സഭാവിഭാഗങ്ങളിലെ നല്ലൊരു ശതമാനം ആളുകളും സ്നാന സമയത്ത് നൽകുന്ന മെസ്സേജ്, ആ മെസ്സേജ് ഈ ടെക്സ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ്. മിക്കവാറും ഉള്ള ആളുകളെല്ലാം പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത് ജലസ്നാനത്തോടെ നാം എന്ത് ചെയ്യുന്നു, കർത്താവിന്റെ മരണത്തോടും അടക്കത്തോടും പുനരുദ്ധാനത്തോടും നാം ഏകീഭവിക്കുന്നു എന്ന്. ഒരിക്കലും അത് സാധിക്കുകയില്ല. റോമാലേഖന 6-ാം അധ്യായം നമ്മുടെ ജീവിതത്തിൽ ഇതിനോടകം സംഭവിച്ചു കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് പറയുകയാണ്. നാം ഏൽക്കുന്ന ഈ ജലസ്നാനം എന്ന് പറയുന്നത് ഒരു സിംബോളിക് ആയിട്ടുള്ള വിഷയമാണ്, ഒരു സാദൃശ്യപരമായ ഒരു കാര്യമാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്ഥാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെടുകയും ക്രിസ്തു പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുതുന്നത് നാം ജീവന്റെ പുതുക്കത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് വായിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഒരു പാപി, ഞാൻ പാപിയാണ്, കർത്താവായ യേശു എന്റെ പാപങ്ങൾക്ക് പകരക്കാരനായിട്ടാണ് ക്രൂശിന്മേൽ മരിച്ചത് എന്ന് വിശ്വസിക്കുമ്പോൾ താനും യേശു ക്രിസ്തുവിന്റെ മരണത്തോടുകൂടെ മരിച്ചു കഴിയുന്നു. ക്രിസ്തുവിൽ അവൻ എന്ത് ചെയ്യുന്നു, ക്രിസ്തുവിന്റെ മരണത്തിൽ അവൻ ക്രിസ്തുവോട് ക്രൂശിക്കപ്പെടുന്നു. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞപ്പോൾ അവനെ സംസ്കരിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സംസ്കാരത്തോടെ എന്ത് ചെയ്തു, നാം നമ്മെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നു, പുനരുത്ഥാനത്തോടും നമ്മെ തന്നെ ഏകീഭവിക്കുന്നു. ഇത് മൂന്നും നടക്കുന്നത് ആത്മസ്നാനത്താലാണ്. അതായത് നമുക്ക് നൽകുന്ന ആത്മസ്നാനം കൊണ്ടാണ് ഇത് നടക്കുന്ന. ആത്മസ്നാനം ഇന്ദ്രിയങ്ങൾക്ക് അത് ഗോചരീഭവിക്കുന്നതല്ല, കാര്യം ഇന്ദ്രിയങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നതല്ല. അന്തരാത്മാവിൽ പുനരുദ്ധാനം ചെയ്ത അദൃശ്യനായ ക്രിസ്തുവിന്റെ കരങ്ങളാൽ നമ്മുടെ രക്ഷിക്കപ്പെട്ട ആത്മാവിന് അദൃശ്യമായ ദൈവം നൽകുന്ന ആത്മമണ്ഡലത്തിലെ ഒരു അനുഭവമാകിയാൽ അത് ശരീരത്തിൽ യാതൊരുവിധമായ ചലനാത്മകതയും സൃഷ്ടിക്കുകയോ ഇന്ദ്രിയങ്ങളിന്മേൽ ഏതെങ്കിലും ഇതിനുള്ള അറിയിപ്പുകൾ നൽകപ്പെടുന്നതായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല. അങ്ങനെ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പൗലോസ് പ്രതിപാദിക്കുന്ന പോലെ യഹൂദന്മാരാകട്ടെ, യവനരാകട്ടെ, ദാസരാകട്ടെ, സ്വതന്ത്രരാകട്ടെ, നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഏകാത്മസ്നാനത്താൽ ഏകാത്മപാനത്താലും എന്ത് ചെയ്യുന്നു, അവന്റെ ശരീരത്തിന്റെ അംശങ്ങളായി തീർന്നിരിക്കുന്നു. അത് രക്ഷിക്കപ്പെട്ടപ്പോൾ സാധിച്ചു കഴിഞ്ഞു. രക്ഷിക്കപ്പെട്ടപ്പോഴാണ് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറ്റപ്പെട്ടത്. ശരീരത്തിന്റെ ഭാഗമാക്കി നമ്മെ ചേർക്കാനാണ് ഈ ആത്മസ്നാനം നമുക്ക് നൽകിയത്. എന്നാൽ ഇവിടെ ഈ റോമാലേഖനം 6-ാം അധ്യായത്തിൽ എന്താണ് പറയുന്നത്, സ്നാനജലത്തിൽ കർത്താവിനെ സാക്ഷിക്കാനായിട്ട് വന്നു നിൽക്കുന്ന ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു വിശ്വാസിനി അവനെ ലോകത്തോട് പറയുകയാണ്, തന്നെ ശ്രദ്ധിക്കുന്ന ലോകത്തോട് പറയുകയാണ്. എന്താ പറയുന്നത്, ഞാൻ യേശു ക്രിസ്തുവിലൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, യേശു ക്രിസ്തുവിനോട് ഞാൻ അടക്കപ്പെട്ടിരിക്കുന്നു, യേശു ക്രിസ്തുവോടുകൂടെ ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടക്കം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം, ഈ 3 യാഥാർത്ഥ്യങ്ങളോടെ ഞാൻ എന്നെ തന്നെ ഏകീഭവിച്ചിരിക്കുന്നു. ആകയാൽ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർമിക ശരീരമായ ക്രിസ്തു ശരീരത്തിന്റെ അല്ലെങ്കിൽ സാർവത്രിക സഭയുടെ അംഗമാണ്. അങ്ങനെ ആ ഏക ശരീരമായ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമായി ഞാൻ മാറ്റപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഇന്നു മുതൽ ഞാൻ ജീവന്റെ ഇനിയും പാപത്തിന് അടിമപ്പെടാതെ വേണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് പഴയ മനുഷ്യനെ അവന്റെ രാഗമോഹങ്ങളിലൂടെ ഞാൻ ഉരിഞ്ഞ് കളയുന്നു. ഞാൻ കർത്താവിന്റെ മഹത്വത്തിനായി ജീവിക്കാൻ പ്രദർശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പരസ്യമായി ലോകത്തോട് സാക്ഷിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഈ സ്നാനപ്പെടാൻ നിൽക്കുന്ന ഈ സ്നാനാർത്ഥി കർത്താവിന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്നു നൽകുകയാണ്. അവൻ കർത്താവോട് മരിച്ചിരിക്കുന്നു. 2, അവൻ വെള്ളത്തിന്റെ ഇടയിലേക്ക് പോകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ക്രിസ്തുവിന്റെ മരണത്തിൽ അവൻ സംസ്കരിക്കപ്പെട്ടതായും പിന്നെ വെള്ളത്തിൽ നിന്ന് അവൻ എഴുന്നേറ്റ് വരുമ്പോൾ കർത്താവായ യേശു അരിമത്തയിലെ യോസേഫിന്റെ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നതിനോട് താൻ തന്നെ ഏകീഭവിച്ച് കഴിഞ്ഞതായും ലോകത്തിന് മുമ്പാകെ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന വാക്യഭാഗങ്ങൾ ജലസ്നാനത്തെക്കുറിച്ച് മാത്രമേ അല്ല, ജലസ്നാനത്തെക്കുറിച്ചുള്ള പ്രസ്താവനയല്ല. ആത്മസ്നാനം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആത്മസ്നാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ദൃഷ്ടാന്തം, ഒരു സാദൃശ്യമായിട്ടാണ് റോമർ 6-ല് അപ്പോസ്തലനെ ഇവിടെ ഈ സ്നാനത്തെ കുറിച്ച് ഇവിടെ പറയുന്നത്. അമേരിക്കയിലെ പ്രശസ്തമായിരിക്കുന്ന ഒരു ബൈബിൾ സെമിനാരി, ബൈബിൾ കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ,
ഡാളസ് ബൈബിൾ തിയോളജി സെമിനാരി. അതിന്റെ ഫൗണ്ടർ പ്രസിഡന്റും അവിടുത്തെ ന്യൂമാറ്റോളജി വിഭാഗത്തിന്റെ ഹെഡുമായിരുന്ന ഡോക്ടർ ജോൺ ഓഫ് ബാൽവുഡ് അദ്ദേഹത്തിന്റെ ദി ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായിരുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇതിനു മുമ്പ് ഞാൻ എന്റെ ഈ പ്രസന്റേഷൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്: നോ എമൗണ്ട് ഓഫ് ഫിസിക്കൽ വാട്ടർ ക്യാൻ ആഡ് എ ബിലീവർ ഇൻ ടു ദി മിസ്റ്റിക് ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതായത് എത്രമാത്രം വെള്ളത്തിന്റെ ഒരു പെരുത്ത കൂട്ടത്തിനും ഒരു വിശ്വാസിയെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർമിക ശരീരത്തോട് ചേർക്കുവാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് physical water baptism that adds a believer to the mystic body of Christ, but the baptism of the Holy Spirit of God, which is referred in 1 Corinthians chapter 12 verse 13 അദ്ദേഹം പറയുന്നു. ഇതാ അതിന്റെ പരമാർത്ഥമായ വിഷയവും. എന്നാല് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും ആ ഉപദേശം അംഗീകരിക്കാൻ മനസ്സിലാഞ്ഞിട്ടോ അനേക ആളുകളും ഈ റോമാലേഖന 6-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന സ്നാനം അത് അത് ജലസ്നാനമാണ് എന്ന് തെറ്റായി പഠിപ്പിക്കുന്നു. അത് ജലസ്നാനമല്ല, ആത്മസ്നാനമാണ്. കാരണം ഈ ആത്മസ്നാനത്താൽ മാത്രമേ ക്രിസ്തുവിന്റെ ഏക ശരീരത്തിന്റെ അവയവമാകാൻ സാധിക്കുകയുള്ളൂ. അതാണല്ലോ പൗലോസ് 1 Corinthians 12-13 പറയുന്നത്. അതുകൊണ്ട് ആ വാലോട് പറഞ്ഞ വാക്ക് ഞാൻ ഇവിടെ ആവർത്തിച്ച് ഓർപ്പിച്ചത്: നോ ബിലീവർ ക്യാൻ ബി ആഡഡ് ടു ദ മിസ്റ്റിക് ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബൈ വാട്ടർ ബാപ്റ്റിസം. അത് മാത്രമല്ല, എഫേസ്യർ 4 പറയുമ്പോൾ സ്നാനം 1 എന്ന് പറയുന്നു. ഇന്ന് ക്രൈസ്തവ ലോകത്ത് പല നിലയിലുള്ള സ്നാനങ്ങളാവുള്ളൂ. പുതിയ നിയമത്തിൽ ഏകദേശം 8 വ്യത്യസ്തമായ സ്നാനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യഹൂദന്മാരുടെ വിവിധ കഴിവുകളെ കുറിച്ച് എബ്രായലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്നു. 6-ന്റെ 1 മുതൽ വാക്യങ്ങൾ വായിക്കുന്നു. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ സ്നാപക യോഹന്നാൻ നടത്തിയ സ്നാനത്തെ കുറിച്ച് വായിക്കുന്നു. മാനസാന്തര സ്നാനമായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ നടത്തിയിരുന്ന സ്നാനം, ഐനോനിൽ സ്നാനം കഴിപ്പിച്ചു യേശു ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി. അവർ നടത്തിയിരുന്ന സ്നാനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു കൽപ്പിച്ച സ്നാനമുണ്ട്. പിന്നെ വിശ്വാസ സ്നാനമുണ്ട്. ഈ ആംഗ്ലിക്കൻ സഭകളില് മാർത്തോമ, യാക്കോബിയ, പിന്നെ CSI, CNI, മെത്തഡിസ്റ്റ് മുതലായ സഭകൾ, അതുപോലെ തന്നെ വെസ്ലിയൻ സഭകൾ, ഇവിടെയെല്ലാം ഈ ശിശു സ്നാനമാണ്. ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിന്, അതായത് ഇവാഞ്ചലിക്കൽ വിഭാഗക്കാർക്ക് മുതിർന്ന സ്നാനമുണ്ട്, വിശ്വാസ സ്നാനമുണ്ട്. അപ്പൊ തന്നെ എത്രയായി? 8 വ്യത്യസ്ത സ്നാനങ്ങളായിട്ടുണ്ട്. അവിടെ സ്നാനം 1 എന്ന് പറയുന്നത് വാട്ടർ ബാപ്റ്റിസം ആണെന്ന് വന്നു കഴിഞ്ഞാൽ ക്രൈസ്തവ ലോകത്ത് തന്നെ നിലവിലിരിക്കുന്ന 6-7 വിവിധ തരത്തിൽപ്പെട്ട സ്നാനങ്ങൾ, ശിശു സ്നാനമുണ്ട്, മുതിർന്ന സ്നാനമുണ്ട്, വിശ്വസിച്ച ശേഷമുള്ള സ്നാനമുണ്ട്, പിന്നെ അങ്ങനെ വിവിധങ്ങളായ സ്നാനങ്ങളുണ്ട്. അപ്പൊ അതല്ല, വാട്ടർ ബാപ്റ്റിസം അല്ല ഇവിടുത്തെ വിഷയം. റോമർ 6-ലെ പ്രതിപാദന വിഷയം നിശ്ചയമായും ആത്മസ്നാനമാണ്. അത് വാട്ടർ ബാപ്റ്റിസം അല്ല. വാട്ടർ ബാപ്റ്റിസം ആരെയും കർത്താവിന്റെ ശരീരത്തോട് ചേർക്കുന്നില്ല. പിന്നെ വേറെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ പിന്നെ വൈ ഷുഡ് എ ബിലീവർ ബി ബാപ്റ്റൈസ്ഡ് ഇൻ ദി വാട്ടർ? എന്തുകൊണ്ട് ഒരു വിശ്വാസി ജലത്തിൽ സ്നാനപ്പെടണം? കർത്താവ് പറഞ്ഞു, അത് ഈ ദൈവത്തോടുള്ള അനുസരണത്തിന്റെ അടയാളമായും നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള ദൈവസന്നിധിയിലുള്ള ഒരു സ്ഥിരീകരണത്തിനായിട്ട് വേണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തോടെ വിശ്വാസത്താൽ ആത്മസ്നാനം കൊണ്ട് ചേർക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസി ലോകത്തോട് പറയുകയാണ്, ഞാൻ നല്ല മനസ്സാക്ഷിയുള്ളവനായി കർത്താവിനെ അനുസരിച്ച് ഇന്ന് മുതൽ ജീവിച്ചുകൊള്ളാം. ദൈവത്തോടുള്ള ഒരു നല്ല മനസ്സാക്ഷിക്കാനുള്ള അപേക്ഷയും ഇത് കർത്താവിന്റെ കൽപ്പനയുടെ അനുസരണമാണ്. വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. വിശ്വസിക്കുന്നവർ സ്നാനപ്പെടണം എന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ്. ഇനി മറ്റൊരു കാര്യം, ഈ സ്നാനപ്പെടാതിരുന്നാൽ, ഞാൻ സ്നാനപ്പെടാതിരിക്കാൻ വേണ്ടി ആരെയും ഇവിടെ പ്രോത്സാഹിപ്പിക്കുകയല്ല, സ്നാനപ്പെടാതിരുന്നാൽ സ്വർഗരാജ്യത്തിൽ പോകാൻ കഴിയുകയില്ല എന്ന് പഠിപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ പറയാം, പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ യാഗം കഴിച്ച് ദൈവത്തോട് നിരൂപ്രാപിച്ചവരാണ്. അവരെല്ലാം സ്വർഗത്തിലുണ്ട്. അബ്രഹാം ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ള ദൈവമാണെന്ന് തെളിയിക്കുവാൻ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവായ യേശു പറയുമ്പോൾ അവൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു എന്നും അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ എന്നും കൂടെ പ്രഖ്യാപിക്കുമ്പോൾ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും സ്വർഗത്തിൽ ജീവിച്ചിടപ്പെടുന്നതിന്റെ പ്രത്യക്ഷമായ ഒരു പ്രഖ്യാപനമാണ് കർത്താവ് ചെയ്യുന്നത്. പഴയ വിശുദ്ധന്മാരെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, വീണ്ടെടുക്കപ്പെട്ടവരാണ്, അവർ സ്വർഗരാജ്യത്തിന്റെ അവകാശികളാണ്. പക്ഷെ അവരാരും സ്നാനപ്പെട്ടവരല്ല. കാര്യം അന്ന് സ്നാനം, ക്രിസ്തീയ സ്നാനം ഉണ്ടായിരുന്നില്ല. ഇനി 2, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരും രക്ഷിക്കപ്പെട്ടവരായിരുന്നു. പക്ഷെ അവര് യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം
ഒടുവിലായി കർത്താവ് നൽകുന്ന കൽപ്പനയിലാണ് വിശ്വാസ സ്നാനത്തെക്കുറിച്ചുള്ള കൽപ്പന കർത്താവ് മത്തായി 28:19 മർക്കോസ് 16:16 നൽകുന്നത്. അവര് പിന്നീട് സ്നാനപ്പെടാതിരുന്നോ ഇതിനെക്കുറിച്ച് ബൈബിൾ നിശബ്ദമാണ്, ഒന്നും പ്രഖ്യാപിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ പുതിയ നിയമ കാലഘട്ടത്തില് 1-ാം നൂറ്റാണ്ട് മുതൽ അപ്പോസ്തോലിക കാലം മുതൽ സഭാപിതാക്കന്മാരുടെ കാലത്തിലൂടെ നാം ജീവിക്കുന്ന ഈ കാലയളവ് വരെ രക്ഷിക്കപ്പെട്ട കോടാനുകോടി വിശുദ്ധന്മാരുണ്ട്. മഹാനായ ചാൾസ് സ്പർജൻ അദ്ദേഹത്തിന്റെ ഒരു മെട്രോപൊളിറ്റൻ കമ്മിറ്റിയില് മെട്രോപൊളിറ്റൻ പുൾപിറ്റില് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പ്രസംഗത്തില് അദ്ദേഹം പരാമർശിക്കുന്നു 16, 17, 18 നൂറ്റാണ്ടുകളിൽ ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ദ ഗ്രേറ്റ് ബ്രിട്ടൻ ഇവിടെ ജീവിച്ച ഒരു മനുഷ്യൻ പോലും നരകത്തിൽ കാണാൻ സാധ്യതയില്ല. ഹൈപ്പർബോളിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ലോക പ്രശസ്തന്മാരാകുന്ന മഹാനായ സ്പർജന്, ജോർജ് വൈൽഫീൽഡ്, പിന്നെ ചാൾസ് വെസ്ലി, ജോൺ വെസ്ലി തുടങ്ങി എണ്ണമറ്റ സുവിശേഷ പ്രഭാഷകരുടെ സുവിശേഷ പ്രഭാഷണം കൊണ്ട് ബ്രിട്ടന്റെ മണ്ണും അന്തരീക്ഷവും മുഴുവൻ സുവിശേഷത്താൽ ലയിച്ചു പോയ നാളുകളാണത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണെന്ന് അദ്ദേഹം പറയുന്നു. സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടവരാ. പക്ഷേ അവരിൽ അനേക ആളുകളും മെത്തഡിസ്റ്റ് ചർച്ചിന്റെ അംഗങ്ങളായി, ആംഗ്ലിക്കൻ സഭകളിലെ അംഗങ്ങളായി, ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ അംഗങ്ങളായി, അതുപോലെ തന്നെ ലൂതറൻ സഭയുടെ അംഗങ്ങളായി, വെസ്ലിയൻ സഭയുടെ അംഗങ്ങളായിട്ടൊക്കെ കഴിഞ്ഞവരാണ്. അവരാരും വിശ്വാസസ്നാനം സ്വീകരിച്ചവരാണ്. വിശ്വാസസ്നാനം സ്വീകരിക്കാതെ രക്ഷിക്കപ്പെട്ടവരാവരൊക്കെ. രക്ഷിക്കപ്പെട്ടവര് എല്ലാവരും സ്വർഗരാജ്യത്തിലുണ്ടായിരിക്കും. രക്ഷിക്കപ്പെട്ടവരെല്ലാവരും സ്നാനപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയുടെ അനുസരണമാണ്. അത് ദൈവസന്നിധിയിൽ നല്ല മനസ്സാക്ഷിക്കാനുള്ള അപേക്ഷയും ദൈവകൽപ്പനയുടെ അനുസരണത്തിനുള്ള മാതൃകയുമായി നാം അനുഷ്ഠിക്കേണ്ട കർമ്മമായി ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ സ്വർഗരാജ്യ പ്രവേശനത്തിന് സ്നാനം അനിവാര്യമാണെന്ന് തിരുവഴുത്തിൽ എവിടെയും പഠിപ്പിക്കുന്നില്ല. ക്രൂശിലെ കള്ളൻ അവൻ സ്നാനപ്പെട്ടവനല്ല, അന്ന് സ്നാനം കർത്താവിനോട് ചെയ്തിട്ടും ഇല്ല. എന്നാൽ അങ്ങനെയാണെങ്കിലും ഈ രക്ഷിക്കപ്പെട്ട ഈ കാലഘട്ടങ്ങളിലെ സഭായുഗത്തിലെ വിശ്വാസികൾ അവരെന്ത് ചെയ്യണം? രക്ഷിക്കപ്പെട്ട എല്ലാവരും സ്നാനപ്പെടണം. രക്ഷിക്കപ്പെട്ട എല്ലാവരും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുഴുകൽ സ്നാനം തന്നെ സ്വീകരിക്കണം. ആ മുഴുകൽ സ്നാനം രക്ഷയ്ക്കുള്ളതല്ല, രക്ഷിക്കപ്പെട്ടവനാണെന്നും കർത്താവിന്റെ കൽപ്പനയോട് ഞാൻ അനുസരണമുള്ളവനാണെന്നും ഞാൻ ഇന്നു മുതൽ നല്ല മനസ്സാക്ഷിയോട് ജീവിക്കാൻ പോകുന്നുവെന്നും സമർപ്പിക്കുന്നുവെന്നും ലോകത്തോട് പ്രഖ്യാപിക്കുന്ന അനുസരണത്തിന്റെ പ്രകടനമാണ്. അതാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ ആത്മസ്നാനം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിലൂടെ ഇവിടെ തെളിയിച്ചു കൊടുക്കുകയാണ്. എന്നാൽ റോമർ 6 ഒരിക്കലും വാട്ടർ ബാപ്റ്റിസത്തെ കുറിച്ച് പറയുന്നതല്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഞാൻ ക്ലോസ് ഡൗൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ നോ എമൗണ്ട് ഓഫ് വാട്ടർ, ഫിസിക്കൽ വാട്ടർ ക്യാൻ ആഡ് എ ബിലീവർ ഇൻ ടു ദ മിസ്റ്റിക് ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എത്രമാത്രം വെള്ളത്തിന്റെ പെരുപ്പ്, അതായത് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ തീരത്ത് കൊണ്ടുപോയി ഒരാളെ സ്നാനപ്പെടുത്തിയാലും വിശാലമായിരുന്ന ആ സമുദ്രത്തിലെ സ്നാനം കൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിന് കർത്താവിന്റെ സഭയുടെ അംഗമായി തീരുവാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെ കർത്താവിന്റെ ശരീരത്തിന്റെ അംഗമായി തീരുവാനായിട്ട് സാധിക്കുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് വാട്ടർ ബാപ്റ്റിസം ദാറ്റ് ആഡ്സ് എ ബിലീവർ ടു ദ മിസ്റ്റിക് ബോഡി ഓഫ് ക്രൈസ്റ്റ്, ബട്ട് ദ ബാപ്റ്റിസം ഇൻ ദ സ്പിരിറ്റ് വിച്ച് ഒക്കേഴ്സ് at the very moment when a sinner believes in the Lord Jesus Christ and accepted him as his own personal savior and Lord. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭാവി വിശ്വസിച്ച് അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന മോമനിലാണ് അവനെ ആത്മസ്നാനം പ്രാപിക്കുന്നത്. The risen Lord baptizes the born again sinner in the Holy Spirit of God and adds him into the mystic body of Jesus Christ. ഇതാണ് ദൈവത്തിന്റെ ഉപദേശം എന്നുള്ള കാര്യം സംക്ഷിപ്തമായി ഓർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോയിൽ വന്നത്. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ന്യായമായ സംശയങ്ങൾ ഉണ്ടാവാം, ഉത്തരം പറയാൻ ഞാൻ കടപ്പാടുള്ളവനുമാണ്. ദയവായി വിളിക്കുക, അല്ലെങ്കിൽ എന്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. 9995715708. I repeat, 9995715708. കർത്താവിന്റെ ശുശ്രൂഷയിൽ സുവിശേഷൻ ടൈറ്റസ് ഫ്രോം ഇടയാറുമുള്ള